കാരണം അഭിഭാഷകർ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും പരിശോധനയ്ക്ക് പോകുമ്പോഴും പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോഴ്സിന് അത് വലിയ തലവേദനയായി മാറും. പോലീസിന്റെ സഹായം ഇല്ലാതെ അഭിഭാഷക കമ്മീഷണർ സ്ഥലം പരിശോധിക്കില്ല എന്നുള്ളൊരു നിലപാട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും എല്ലാവർക്കും അത് വളരെ ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവത്തോടു കൂടി കോടതി കാണേണ്ടതാണ്. കാരണം കോടതിയുടെ പണിയാണ് ഈ കമ്മീഷണർ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥ എല്ലാം നിലനിൽക്കുന്നത് കോടതികൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ കോടതി ഒരു കാര്യങ്ങളിലും ഒരു അഭിഭാഷക കമ്മീഷനെ നിയമിക്കുക എന്നത് കോടതിക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ പെരിന്തൽമണ്ണ കോടതിയിൽ നിന്നും ഒരു അഭിഭാഷക കമ്മീഷനെ കോടതി ഒരു കേസുമായി ബന്ധപ്പെട്ട് നിയമിക്കുന്നു. താഴേക്കോടാണ്. അങ്ങനെ ആ കേസുമായി ബന്ധപ്പെട്ട് കോടതിക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് അഭിഭാഷക കമ്മീഷൻ പോകുന്നത്. അവിടെ വെച്ച് ഈ അഭിഭാഷക കമ്മീഷന് മർദ്ദനമേൽക്കുന്നു. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. ചികിത്സ തേടി അതിനുശേഷം ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 15 ദിവസമായിട്ട് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ പെരിന്തൽമണ്ണ കോടതിയിലെ അഭിഭാഷകരെല്ലാവരും കോടതി ബഹിഷ്കരിച്ച് ഒരു പ്രതിഷേധം സൂചനാ സമരം എന്ന നിലയ്ക്ക് നടത്തുകയാണ്. ഇവിടുത്തെ ബാർ അസോസിയേഷന്റെ സെക്രട്ടറിയാണ് സുൽഫിക്കർ സാർ അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക എന്നത് സമൂഹം ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. ആ ഗൗരവം എന്തുകൊണ്ടാണ് ഇതിന് പോലീസ് നൽകാത്തത്? നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായും വെല്ലുവിളിക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഈ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടി പരാതി കൊടുത്തു, പോലീസ് FIR ഇട്ടു. എന്നാൽ 15 ദിവസമായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. പ്രതിയുടെ പ്രവൃത്തി മാരകായുധമായ കല്ലുപയോഗിച്ച് അഭിഭാഷകന്റെ തലക്കടിക്കാനാണ് ശ്രമിച്ചത്. ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ തല പൊട്ടി അദ്ദേഹം മരണം വരെ സംഭവിക്കാവുന്ന ഗൗരവപരമായിട്ടുള്ള കുറ്റകൃത്യത്തിനാണ് പ്രതി ശ്രമിച്ചത്. എന്നാൽ അങ്ങനെ കൊലപാതക ശ്രമത്തിനില്ല കേസ് വകുപ്പ് ചാർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന വകുപ്പുകൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. കൂടാതെ പോലീസിന് വേണമെന്നുണ്ടെങ്കിൽ പോലീസ് വിചാരിച്ചാൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ പ്രതി എവിടെയുണ്ടെന്ന് കണ്ടെത്തി പുതിയ കാലഘട്ടത്തിൽ ടവർ ലൊക്കേഷനും മൊബൈൽ ലൊക്കേഷനും ഒക്കെ എടുത്ത് അറസ്റ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ 15 ദിവസമായിട്ടും അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ നിരാശാജനകമാണ്. പോലീസ് അതിന് ശ്രമം നടത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാ നിലക്കും ഹൈക്കോടതിയെയും ജില്ലാ കോടതിയെയും പെരിന്തൽമണ്ണ കോടതിയെയും എല്ലാം ഈ വിവരങ്ങളുടെ ഗൗരവം കാണിച്ച് ബാർ അസോസിയേഷൻ എന്നുള്ള റെപ്രസെന്റേഷൻ നൽകുകയും ആ നിലക്കുള്ള ഇടപെടലുകളും പോലീസിന് സമ്മർദ്ദവും എല്ലാം ഉണ്ടായിട്ട് പോലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഗൗരവമായി കാണേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. അല്ല, ഈ ഇത്രയും സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഹൈക്കോടതി അല്ലെ ജില്ലാ കോടതി എന്നിട്ട് പോലും ഈ പ്രതിയെ പിടിക്കാതിരിക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാകുമോ? മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് പ്രത്യക്ഷമായി നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പോലീസ് ഇതിനെ ഗൗരവമായി കാണുന്നില്ല എന്നുള്ളതാണ് പ്രാധാന്യം. അഭിഭാഷകരുടെ ഈ പ്രവൃത്തിക്ക് സംരക്ഷണം നൽകേണ്ടത് കോടതിയെ പോലെ തന്നെ പോലീസിന്റെയും ഉത്തരവാദിത്തമാണ്. പോലീസിന് കൂടി ബർഡൻ വരുന്ന ഒരു പ്രവൃത്തിയാണിത്. കാരണം അഭിഭാഷകർ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും പരിശോധനയ്ക്ക് പോകുമ്പോഴും പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോഴ്സിന് അത് വലിയ തലവേദനയായി മാറും. അപ്പൊ പോലീസിന് കൂടി സഹായകരമാവണം. എന്ത്? നാളെ അഭിഭാഷകനെ കമ്മീഷനായി നിയമിക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും പോലീസ് പോയി കാവൽ നിൽക്കേണ്ട സാഹചര്യമില്ലാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയാണ് പോലീസ് വേണ്ടത്. ആ ഗൗരവം പോലും പോലീസ് കാണിക്കുന്നില്ല. പോലീസിന് മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിലവിൽ ഞങ്ങൾക്കറിയില്ല. ഉണ്ടെങ്കിൽ ആയതുകൂടി അന്വേഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ കൂടി ഞങ്ങൾ ബഹുമാനപ്പെട്ട SP-ക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകി തുടർ നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്. ഇതിപ്പോ നിങ്ങളിപ്പോ സൂചനാ സമരം ഇന്നിപ്പോ കോടതി ബഹിഷ്കരിച്ച് ഒരു സമരം നടത്തുന്നു. ഇനിയും പ്രതിയെ പിടിക്കുന്നതിന് അമാന്തം കാണിച്ചാൽ ഏതൊക്കെ തരത്തില് ഒരുപക്ഷെ കോടതിയൊക്കെ അടച്ചിടുക എന്ന് പറഞ്ഞാല് നിയമവ്യവസ്ഥ അതുപോലെ അടഞ്ഞു പോകാന്നാണ്. അങ്ങനെ ഒരു വലിയ സമരത്തിലേക്ക് നീങ്ങും നിങ്ങൾ? ഞങ്ങൾ മറ്റു നിയമ നടപടികൾ സ്വീകരിക്കും. നിയമപരമായിട്ട് തന്നെ ഇതിന് ഏതൊക്കെ നിലയിൽ ഞങ്ങൾക്ക് നേരിടാൻ കഴിയുമോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും സുപ്രീം കോടതിയും ഒക്കെ സംരക്ഷിച്ച് അഭിഭാഷകരുടെ തൊഴിലിന് അവരുടെ ഡിഗ്നിറ്റിക്ക് സംരക്ഷണം നൽകാൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ അടക്കം ഭാവിയിൽ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളിലേക്ക് ഞങ്ങൾ പോകും എന്നാണ് പറയാനുള്ളത്. കാര്യത്തിൽ പ്രതികരിക്കാൻ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KT ശങ്കരൻ കൂടിയുണ്ട്. സാർ, അതായത് ഇത്തരം ശ്രമങ്ങൾ അഭിഭാഷക കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അവരിപ്പോ കോടതിയിൽ വലിയ സീനിയർ ആവുന്നതിന് മുമ്പ് ഒരു പക്ഷേ കോടതി അവർക്ക് ഇങ്ങനെയുള്ള ഇത് കൊടുക്കുന്നതാണ് അവരുടെ നിലനിൽപ്പ്. അപ്പോൾ അതേ അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാറൊക്കെ ഉണ്ടല്ലോ,
അപ്പോൾ ഈ സാധാരണ ജൂനിയർ വക്കീൽമാർ അവർക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇങ്ങനെയൊക്കെയാണ്. അവരെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങളെല്ലാവരും സീനിയേഴ്സ് എല്ലാം അവർക്കൊപ്പം നിൽക്കുക. ഇത് ആദ്യ ചൂടാണോ അതോ ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ ഇത്തരം ഇടപെടലുണ്ടാവും? തീർച്ചയായും ജൂനിയർ അഭിഭാഷകരാണ് സാധാരണ രീതിയിൽ അഡ്വക്കേറ്റ് കമ്മീഷണറായിട്ട് പോവാറ്. ചെറിയ തോതിലൊക്കെയുള്ള ഈ ഒരു ഹരാസ്മെന്റ് ഒക്കെ സാധാരണ രീതിയിൽ സംഭവിക്കാറുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് ചെയ്യുന്ന വളരെ കുറഞ്ഞ അപൂർവമായിട്ടുള്ള നടപടികളാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സംരക്ഷണം തീർച്ചയായിട്ടും ഈ അഭിഭാഷക കമ്മീഷൻ പോകുന്ന സമയത്ത് തീർച്ചയായും ഒരു പ്രൊട്ടക്ഷൻ അത് സ്വാഭാവികമായും നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ഇത്തരം പ്രവണത ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും പോലീസിന്റെ സഹായം ഇല്ലാതെ അഭിഭാഷക കമ്മീഷണർ സ്ഥലം പരിശോധിക്കില്ല എന്നുള്ളൊരു നിലപാട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും എല്ലാവർക്കും അത് വളരെ ബുദ്ധിമുട്ടുകൾ വരും. അത് പോലീസിന് തന്നെ ഒരു തലവേദനയാവും, നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ജോലിക്ക് അഭിഭാഷക കമ്മീഷൻ ജോലിക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ കിട്ടാത്ത പക്ഷം അത് ജുഡീഷ്യൽ സംവിധാനത്തെ തീർച്ചയായും വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഭാവിയിൽ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കിട്ടിയാലേ പോവുള്ളൂ എന്നുള്ള ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ അത് ഭാവിയിലെ ജുഡീഷ്യൽ സംവിധാനത്തിന് ഒരു തടസ്സം തന്നെ ആയിരിക്കും. ബാർ അസോസിയേഷന്റെ മെമ്പറാണ് അബ്ദുൽ സലാം അഡ്വക്കേറ്റ്. സാറേ, അതായത് ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ സാറും ഒരുപക്ഷെ ഇതുപോലെയുള്ള എല്ലാവരും ജൂനിയർ ആയിരുന്ന കാലത്ത് ഇങ്ങനെയുള്ള അഭിഭാഷക കമ്മീഷനൊക്കെ പോയി നിങ്ങളൊക്കെ സീനിയറായി നിങ്ങളൊക്കെ പോകും. വലിയ വലിയ കമ്മീഷനൊക്കെ ആണെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് പോകണ്ട. അപ്പോൾ കോടതിക്ക് പകരമാണ് അഭിഭാഷക കമ്മീഷൻ അവിടെ പോകുന്നത്. ഇത്തരം ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിയമവ്യവസ്ഥയെ ഫുൾ സ്റ്റോപ്പ് ആക്കിയിട്ട് തള്ളി വെക്കുന്ന ഒരു അവസ്ഥയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ ഈ സമരമൊക്കെ എവിടം വരെ എങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നു? അതായത് ഈ കമ്മീഷൻ പോകുന്നത് കോടതിക്ക് എത്താൻ കഴിയാത്ത സ്ഥലത്തേക്ക് ഒരാളെ നിയോഗിച്ചുകൊണ്ട് അവിടെയുള്ള വിശദമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പൊ കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവത്തോടു കൂടി കോടതി കാണേണ്ടതാണ്. കാരണം കോടതിയുടെ പണിയാണ് ഈ കമ്മീഷണർ ചെയ്യുന്നത്. അതിനാവശ്യമായ പ്രൊട്ടക്ഷൻ നൽകേണ്ട ഉത്തരവാദിത്വം കോടതിക്കുണ്ട്. എന്നാൽ അങ്ങനെ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ പല ജൂനിയർ അഭിഭാഷകരും ഈ പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കാനും അത് കോടതിയുടെ തടസ്സപ്പെടുത്താനും കോടതിയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കക്ഷികൾക്ക് നീതി ലഭിക്കാൻ തടസ്സം ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇതിന് കൃത്യമായ ഒരു നിർദ്ദേശം പോലീസിന് നൽകുകയും ഭാവിയിൽ ഇത്തരം സംവിധാനങ്ങളിൽ അഭിഭാഷകരുടെ നേരെ അക്രമങ്ങൾ ഉണ്ടാകുന്നതിന് എല്ലാവിധ തടസ്സങ്ങളും ഉണ്ടാക്കേണ്ടതാണ്. ഒരു ജൂനിയർ വക്കീല് ഐശ്വര്യ, അഡ്വക്കേറ്റ് ഐശ്വര്യ, അപ്പൊ നിങ്ങളൊക്കെ ശരിക്കും ഇങ്ങനെ അഭിഭാഷക കമ്മീഷനൊക്കെ ആയിട്ട് പോകുന്നതാണ്. ഇങ്ങനെയൊക്കെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു വലിയ ഭീതിയാണ്. അപ്പോൾ ഇനി എന്താണ് ഇതിന്റെ പേരിൽ ഇപ്പോൾ എല്ലാ സീനിയേഴ്സും ഉണ്ട്, കോടതി ബഹിഷ്കരിച്ച് എല്ലാവരും ഒപ്പമുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടപടിയൊക്കെ വൈകിക്കൊണ്ട് പോകുന്നത്? നമുക്ക് ഇതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോ എന്തായാലും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തിട്ട് അവരെ നിയമപടി സ്വീകരിക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ഇങ്ങനെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ജൂനിയർ അഭിഭാഷകർ ഇങ്ങനെ കമ്മീഷന് പോയിട്ട് ആക്രമണങ്ങൾ ഉണ്ടായ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇപ്പോഴേ തടയിടണമെന്നൊരു ആഗ്രഹം കൂടി ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ അതൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ ലേഡീസ് ആണ്. അപ്പൊ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നല്ല നടപടി എടുക്കണം എന്നുള്ളതാണ്. ഏതായാലും നമ്മുടെ അഭിഭാഷക കമ്മീഷനായിട്ട് വരുന്നവർക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം നടപടികൾ ഇത് വെച്ചുപൊറിപ്പിക്കാൻ പറ്റുന്നതല്ല. അവരൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങളിലാണ്. ഒരു കോടതി അഭിഭാഷക കമ്മീഷനായിട്ട് നിയമിക്കുമ്പോൾ അതിനൊരു വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിക്കുന്നത്. പോലീസിന്റെ ഒരു ഇത് തേടിക്കഴിഞ്ഞാൽ പോലീസ് അവരെ സഹായിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ പോലീസ് ഫോഴ്സിന് എല്ലാത്തിന്റെ പിറകെ നടക്കേണ്ടി വരുമെന്ന് തന്നെ അവർ പറയുന്നുണ്ട്. ഇതൊരു സൂചനയാണ്. ഇനിയും പ്രതിയെ പിടിക്കാതെ പോലീസ് വൈകിപ്പിക്കുകയാണെങ്കിൽ ഇത് സമരം വേറെ തരത്തിലേക്ക് കടക്കും. അത് എല്ലായിടത്തുള്ള ജില്ലയിലെ എല്ലാ കോടതികളിലും അഭിഭാഷകരെ കോടതി ബഹിഷ്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയാൽ ഒരുപക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥയിലെ നിശ്ചലമായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രതിയെ പിടിക്കുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ് എല്ലാ അഭിഭാഷകരും അതുപോലെ ബാർ അസോസിയേഷൻ ഭാരവാഹികളും മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ അമാന്തിക്കരുതെന്നാണ് ചാലട്ടണിനും അഭ്യർത്ഥിക്കാനുള്ളത്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാലട്ടൺ, പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.